സമീപകാല UDFിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFിന് ഇത് നഷ്ടപ്പെട്ടത് 2000 വോട്ടിൻ്റെ പിന്നിലാണ് നഷ്ടപ്പെട്ടത്, കുറവിലാണ്. 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം. അതിൻ്റെ അർത്ഥം അതിശക്തമായ ഭരണവിരുദ്ധ വികാരം നിലമ്പൂരിൽ ജനങ്ങൾ പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. നാളെ ഒരു തെരഞ്ഞെടുപ്പ് കേരളം ഒട്ടാകെ നടന്നാൽ ഈ ഭൂരിപക്ഷം ചുഴൽ ചൂണ്ടുന്നത് ഒരു ചരിത്ര യാഥാർത്ഥ്യത്തിലേക്കാണ്. കേരളത്തിൽ UDF വമ്പിച്ച വിജയം നേടി 2026 ഇവിടെ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരും. 100 സീറ്റെങ്കിലും നേടാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു വിജയത്തിൻ്റെ തുടക്കമാണ് ഈ ഭൂരിപക്ഷം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 5000 വോട്ടുകൾക്കാണ് ആര്യാടൻ മുഹമ്മദ് അവിടെ ഏറ്റവും അവസാനം പരാജയപ്പെട്ടത്. അവിടെയാണ് 11,000 വോട്ട്. 11,000 ഇതിനേക്കാൾ കുറച്ചുകൂടി ഭൂരിപക്ഷം വരുമായിരുന്നു. പക്ഷേ ഇവിടെ ഗവൺമെൻറ് വിരുദ്ധ വികാരം സ്വരൂപിച്ച് ഈ സർക്കാരിനെതിരായി പ്രകടിപ്പിക്കുന്നതിൽ എല്ലാവരും, ഗവൺമെൻറ്റിനെ എതിർക്കുന്നവരെല്ലാം ഒരു അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഷൗക്കത്ത് ജയിക്കുമായിരുന്നു. പിണറായി സത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആൾ പോലും UDFിൻ്റെ വോട്ട് ഭിന്നിപ്പിക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ ചുരുക്കത്തിൽ UDFിന് വൻ വിജയം നേടിക്കൊടുത്തത് ജനവിരുദ്ധ, ഈ സർക്കാർ വിരുദ്ധ വികാരം തന്നെയാണ്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയിലേക്കുള്ള ചൂണ്ടുപലകയാണ്. ഈ തെരഞ്ഞെടുപ്പിലെ വിജയത്തിനൊരു പ്രത്യേകതയുള്ളത്, കോൺഗ്രസ് പാർട്ടിയും UDFും ഒറ്റക്കെട്ടായി ഇതുപോലെ ഐക്യത്തോടുകൂടി ഒരു തെരഞ്ഞെടുപ്പിൽ, ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം പ്രകടമായിരുന്നു. പക്ഷേ തൃക്കാക്കര, പാലക്കാട്, പുതുപ്പള്ളി, ചേലക്കര തെരഞ്ഞെടുപ്പിനേക്കാൾ ഉപരി പ്രത്യേകിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിലെ പ്രത്യേക UDFിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചാൽ അവർ കാണിക്കുന്നതിനേക്കാൾ വലിയ വാശിയും വീറും ഓടുകൂടിയാണ് അവർ ഈ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ വിജയത്തിന് വേണ്ടി ശ്രമിച്ചത്. UDFിലെ ഐക്യം ഒറ്റക്കെട്ടായിട്ടാണ് കോൺഗ്രസും മറ്റ് ഘടകകക്ഷികളും ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനങ്ങൾ ഇത്ര ചിട്ടയായി, ഇത്ര വളരെ വളരെ ശക്തമായി നടത്താൻ കഴിഞ്ഞത് പാർട്ടിക്കകത്തും മുന്നണിയിലുമുള്ള ഐക്യമാണ് പ്രധാനമായ കാരണം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം മുന്നിൽ വെച്ചുകൊണ്ട് 2026 അതിനു മുമ്പ് നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രവർത്തനങ്ങൾ നാളെ മുതൽ തന്നെ KPCCയും UDF നേതൃത്വവും ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി ഈ ഗവൺമെൻറ്റിന് വാസ്തവത്തിൽ ഈ വിജയം ഒരു കാര്യം കൂടി വിളിച്ചറിയിക്കുന്നുണ്ട്. ഈ ഗവൺമെൻറ്റിന് സാങ്കേതികമായി ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ധാർമ്മികമായ അധികാരത്തിൽ തുടരാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം 5 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നതിൽ ഇപ്പോൾ അതിൽ 4ഇടത്തും വൻ ഭൂരിപക്ഷമാണ്. പുതുപ്പള്ളിയിലും അതുപോലെ തന്നെ പാലക്കാടും പിന്നീട് നമ്മുടെ തൃക്കാക്കരയിലും എല്ലാം ഉണ്ടായ ഭൂരിപക്ഷം, ഇതാ ഇവിടെ ഉണ്ടായിട്ടുള്ള ഭൂരിപക്ഷം ഇത് കണക്കിലെടുക്കുമ്പോൾ ചേലക്കര പോലും കഴിഞ്ഞ ശ്രീ രാധാകൃഷ്ണൻ ജയിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടാണ് UDF പിടിച്ചു. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു കാര്യമാണ്. ജനങ്ങൾക്കുള്ള വിശ്വാസം ഈ ഗവൺമെൻറ്റിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ജനവിരുദ്ധ വികാരം അതിശക്തമാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും. അതുകൊണ്ട് ഗവൺമെൻറ് സാങ്കേതികമായി ഗവൺമെൻറ്റിന് ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ജനങ്ങളുടെ ഭൂരിപക്ഷം ഈ ഗവൺമെൻറ്റിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ അത് പ്രതിഫലിപ്പിക്കാൻ അവർ തയ്യാറായില്ലെങ്കിൽ ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള പരാജയം അവർക്ക് 2026 നേരിടേണ്ടി വരും. ഞാനും പറഞ്ഞല്ലോ അത്. അതിനകത്ത് അൻവർ, എന്തുകൊണ്ടാണ് അൻവർ ഈ നിലപാടെടുത്തതെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ഞങ്ങൾ അൻവറിനെ ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നു. അദ്ദേഹത്തെ അസോസിയേറ്റ് മെമ്പറായി UDFിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചതാണ്. ആ കാര്യം അദ്ദേഹത്തെ അറിയിച്ചതാണ്. പക്ഷേ ഒരു UDF പോലുള്ള ഒരു രാഷ്ട്രീയ സംവിധാനത്തിൽ ഏത് പാർട്ടിയുടെയും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അവകാശം
ആ പാർട്ടിയുടെ നേതൃത്വത്തിലല്ലേ. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോഴാണ് അൻവർ ഷൗക്കത്ത് ജയിക്കില്ല എന്ന് പറഞ്ഞു. അൻവറിൻ്റെ അന്നത്തെ പ്രവചനവും ഇന്നത്തെ അനുഭവം തമ്മിലൊന്ന് താരതമ്യം ചെയ്യുക. ഷൗക്കത്ത് ജയിക്കില്ല എന്ന് പ്രാരംഭത്തിൽ പറഞ്ഞ ഒരാളെ ഞങ്ങൾ ആ കാരണം കൊണ്ട് തന്നെയാണ്, അദ്ദേഹം തന്നെയാണ് ഈ മുന്നണിയിൽ വരുന്നതിന് തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഇപ്പോഴും അൻവറിൻ്റെ മുമ്പിൽ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു വികാരം കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ വോട്ടുകളും അതാണ്. അത് യഥാർത്ഥ സർക്കാർ വിരുദ്ധ വികാരമാണെന്ന് കണക്കിലെടുത്തുകൊണ്ട് ഈ സർക്കാരിന് എതിരായിട്ടുള്ള ഒരു മുന്നേറ്റത്തിനാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ സർക്കാർ വിരുദ്ധ വികാരത്തിൻ്റെ പതാകവാഹകർ UDF അല്ലേ, അതിനോടൊപ്പം അദ്ദേഹം നിൽക്കണം. അതാണ് ഇനി ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന പാഠം. അത് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ കണ്ടത് വാതിലുകൾ അടച്ചാലും അടച്ച വാതിലുകൾ തുറക്കാമെന്ന് അദ്ദേഹം പറഞ്ഞത്. വാതിലുകൾ സ്ഥിരമായിട്ട് അടയ്ക്കുന്നില്ലല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടിയും. എന്നല്ല, തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോഴാണല്ലോ ചർച്ചയ്ക്ക് പോയത്. അൻവർ ഇനിയൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ UDF സഹായിക്കാൻ തയ്യാറായാൽ ചർച്ച ചെയ്യും, അത്രയേ ഉള്ളൂ.